ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടു സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലോകിനെ നമ്മുടെ ആര്യനും ആകാശം കൂടി ചേർന്ന് നല്ല രീതിയിൽ തന്നെ അടിച്ച് പിഴിഞ്ഞ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടത്. അതേസമയം ഉദയഭാനു ആണെങ്കിൽ മനസ്സ് വേദനിച്ച് അമ്പലനടയിൽ പോയിട്ട് താൻ ചെയ്ത ഓരോരോ തെറ്റുകുറ്റങ്ങൾ ദൈവത്തോട് തുറന്നു പറയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എൻ്റെ മോള് അനുഭവിക്കുകയാണല്ലോ. എൻ്റെ മോളെ ഈ ഒരു വിഷമത്തിൽ നിന്ന് കരകയറ്റണേ ഭഗവാനെ, എൻ്റെ മോളെ കൈവിടല്. അവളൊരു പാവാണ്. ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞിട്ടാണ് അവൾ പലതും ചെയ്തത്. എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ ഭാര്യനെയും എന്നെയും ശിക്ഷിച്ചോ. എൻ്റെ മക്കളെ ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടല്ലേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഉദയഭാനു കേട്ടോ. ശേഷം വീട്ടിലേക്ക് എത്തുന്ന ഉദയഭാനത്ത് സ്ത്രീകളെ ചോദിക്കണ്ട്, എന്താണ് കൊണ്ടുപോയ കവർ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു മനുഷ്യ. ഇത് ദേവിമോൾക്ക് കൊടുക്കാൻ വേണ്ടി കുങ്കുമപ്പൂവും അതുപോലെ തന്നെ ബദാമും നെയ്യൊക്കെ അല്ലേ നിങ്ങൾ കൊണ്ടുപോയത്, ഇത് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉദയഭാനു പറയണ്ടേ, നമ്മുടെ മോൾക്കിനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല സ്ത്രീകളെ എന്ന് പറയാണ്. അതെന്ത് പറ്റി? ഓ, അവിടെ ആനന്ദ് അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എങ്കിലും നിങ്ങൾ കൊണ്ടുവന്നത് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് വേണ്ടെന്ന് പറഞ്ഞില്ല സ്ത്രീകളെ. പിന്നെ ആരാ വേണ്ടെന്ന് പറഞ്ഞു? ഓ, ബാലൻ പറഞ്ഞു കാണും. വലിയ അഭിമാനിയാണല്ലോ, പേരക്കുട്ടിക്ക് തന്റെ കൈ കൊണ്ട് തന്നെ കുങ്കുമപ്പൂ മേടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവോ അല്ലെ. അതൊന്നും അല്ല സ്ത്രീകളെ, ഇനി ആരുടെയും കുങ്കുമപ്പൂവിന്റെ ആവശ്യം അവക്കില്ല. അതെന്തു പറ്റി? സ്ത്രീകളെ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ പോയി സ്ത്രീകളെ. ഞാനും നീയും ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ തന്നെ നമ്മുടെ മോള് ശിക്ഷ അനുഭവിക്കുകയാണ് സ്ത്രീകളെ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേ സ്ത്രീകളെ, നമ്മുടെ പേരക്കുട്ടിനെ നമുക്ക് നഷ്ടമായി സ്ത്രീകളെ എന്ന് പറയാണ്. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ വെറുതെ പറയാണ്. ഈ കാര്യം ആരെങ്കിലും വെറുതെ പറയോ സ്ത്രീകളെ? ഞാൻ പറഞ്ഞ സത്യമാണ്. നമ്മുടെ പേരക്കുട്ടിനെ നമുക്ക് നഷ്ടപ്പെട്ടു സ്ത്രീകളെ. അവൾക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സംഭവം നടന്നിട്ട് 2 ദിവസമായി സ്ത്രീകളെ. അവള് ഹോസ്പിറ്റലിലായിരുന്നു. എന്നിട്ട് നമ്മളാരും അറിയിച്ചില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു മനുഷ്യ? തെളിച്ചു പറ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉദയഭാനു പറയുന്നുണ്ട്, അവള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ മാറ്റിൽ ചവിട്ടി നിലത്തേക്ക് വീണ് ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ദേവീനെ നഷ്ടപ്പെട്ടാനെ. ഡോക്ടർമാർ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ദേവീനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ മോളുടെ അവസ്ഥ നീ ഒന്ന് കാണണം. ഞാൻ അവളെ കണ്ടായിരുന്നു. അവൾ എന്നെ ആട്ടി പുറത്താക്കിയാണ് ചെയ്തത്. എനിക്ക് എന്റെ മോളെ കാണണം. എനിക്ക് കാണാതെ പറ്റില്ല ഉദയഭാനു ഏട്ടാ എന്ന് സ്ത്രീകളെ പറയുമ്പോൾ ഉദയഭാനു പറയേണ്ട, വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം നമ്മളോടാ. നമ്മൾ ചെയ്ത ക്രൂരതകളുടെയൊക്കെ ഫലമായിട്ടാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നാണ് അവള് പറയണത്. അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീകലെ പൊട്ടിക്കരയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രേനെ കൊണ്ട് വരുവാണ് നാളത്തെ എപ്പിസോഡിൽ. അപ്പൊ പഴയ മിത്രയാട്ടോ വരുന്നത്. മിത്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട് കുങ്കുമപ്പൂവ്, ബദാം, നെയ്യ്, അതുപോലെ തന്നെ പിസ്ത, കുറെ ഫ്രൂട്ട്സ്, ബനാന, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കൊണ്ടുവരാട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ മീനാക്ഷിനെ പിടിച്ച് കറക്കണൊക്കെ ഉണ്ട്. എന്നിട്ട് ദേവിയടുത്തേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദേവിയടുത്തേക്ക് സ്വീറ്റ്സിനോടാണല്ലോ താല്പര്യം. അവിടെ കിട്ടുന്ന ഏറ്റവും വില കൂടിയ നല്ല അടിപൊളി സ്വീറ്റ്സ് ആണ് ദേവിയടുത്തേക്ക് കൊണ്ടു നിൽക്കുന്നത്. പക്ഷെ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഓരോന്ന് വെച്ച് തരാം. ബാക്കിയെല്ലാം എന്റെ ദേവിയടുത്തേക്കാണ്. അയ്യോ, ദേവിയടുത്തേക്കല്ല, ഞങ്ങളുടെ കുഞ്ഞു അവക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്രാകത്തേക്ക് കയറാൻ പോകുമ്പോ ഗോമതി പറയുന്നുണ്ട്, മോളെ ഇപ്പൊ നീ അവിടെ പോകണ്ട. അതെന്താ? എനിക്ക് എന്റെ ദേവിയടുത്തിനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ഇട്ട് ദേവിയുടെ റൂമിലേക്ക് പോവാട്ടോ. ദേവിയടുത്ത് നോക്കിക്കേ, കുഞ്ഞുവാവ് എന്ത് പറയുന്നു? അനക്കൊക്കെ കിട്ടി തുടങ്ങിയല്ലേ? മീനു ചേച്ചി 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു, എന്റെ കുഞ്ഞുവാവെ ഞാനാടാ, മിത്ര ചെറിയമ്മയാടാ, നോക്കടാ, ദേ അറിയാവോ കുഞ്ഞുവാവക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവി പൊട്ടിക്കരയാണ്. ആ കുഞ്ഞ് ഇപ്പൊ ഇല്ല മിത്രേ എന്ന് പറയാണ്. എന്തൊക്കെയാ പറയണത്? മീനു മിത്രനെ വിളിച്ചോണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഇത് കേൾക്കണം മിത്രക്കാകെ ദേഷ്യം വരുവാണ്. അലോക് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. മിത്ര അപ്പൊ തന്നെ ദേഷ്യം കൊണ്ടിട്ട്, മാറി എന്നെ വിട്, അലോകിന്റെ മുഖം അടിച്ച് പൊട്ടിക്കണം എന്ന് പറയാണ്. ഇവിടെ ആണുങ്ങൾ അടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, പെണ്ണായിട്ടുള്ള ഞാൻ അടിച്ചാല് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് മിത്ര 2 വർത്താനം പറയാൻ തന്നെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുവാട്ടോ. എന്നിട്ട് അലോകിനെ പിടിച്ച് വലിച്ച് നിലത്തേക്ക് ഇട്ട് തന്റെ ദേവിയെടുത്തിയ വിഷമത്തിന് എല്ലാത്തിനും ഓരോന്നോരോന്നായിട്ട് കണക്ക് ചോദിക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും മിത്ര വരുമ്പോൾ കുറച്ചുകൂടി ഓളം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. Bye bye.